ഇവർ വിവാഹിതർ ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് അവർക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സംഗീതയും മാധവനും കൂടെ അങ്ങോട്ട് വരുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരെയും വിളിച്ച് ഒരാളെ മാത്രം നിങ്ങൾ മറന്നു, അയാൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് മുത്തശ്ശി പറയാണ്. അപ്പോൾ സംഗീത ചോദിക്കുന്നുണ്ട്, അതാരാ അമ്മയെ മറന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവൾ വരും പലഹാരം കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടി മാത്രമായിരിക്കും, പക്ഷെ ഞാൻ അവളെ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത്. അവിടെ തന്നെ സംഗീതയ്ക്ക് ആളെ മനസ്സിലാവുന്നുണ്ട്. ഭൂമിയുടെ കാര്യമല്ലേ അമ്മ പറയുന്നത്? അതെ, അവളെ നിങ്ങൾ ആരെങ്കിലും വിളിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പം സംഗീതയും മാധവനും ഒന്നും മിണ്ടുന്നില്ല. അപ്പം മുത്തശ്ശിയാണെങ്കിൽ ഭൂമിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പം എടുക്കുമ്പോൾ തന്നെ ഭൂമി ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി വിശേഷം, എന്തുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മോളെ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ മോൾ ചിലപ്പോൾ അറിഞ്ഞു കാണും. അജയുടെയും അഞ്ജനയുടെയും വിവാഹക്കാര്യം മോൾ അറിഞ്ഞില്ലയോ? അപ്പം ഇത് കേൾക്കുമ്പോൾ ഭൂമി ഒന്ന് ഞെട്ടുന്നുണ്ട്. അവരുടെ വിവാഹം ഉറപ്പിച്ച് എത്രയും പെട്ടെന്ന് വിവാഹം നടക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ച് മോളെ വിവാഹത്തിന് വിളിക്കാനാണ് മുത്തശ്ശി വിളിച്ചത്. എന്ത് തിരക്കുണ്ടെങ്കിലും അന്നത്തെ ദിവസം തിരക്കെല്ലാം മാറ്റിവെച്ച് മോളെത്തണം എന്ന് പറയുന്നുണ്ട്. ഭൂമി ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമത്തോടെ ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്താ മോളൊന്നും മിണ്ടാത്തതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഞാൻ എത്താം മുത്തശ്ശി, ഞാൻ എത്തുന്നുണ്ട് എന്ന് പറയാണ്. മോൾ ഉറപ്പായിട്ടും എത്തണമെന്ന് പറഞ്ഞ് മുത്തശ്ശി ഭയങ്കര സന്തോഷത്തോടെ ഫോൺ വെക്കുന്നുണ്ട്. അപ്പം സംഗീതത്ത് പറയുന്നുണ്ട്, എനിക്ക് അവൾ സ്വന്തം കൊച്ചുമോളെ പോലെയാണ്. അവളെ കണ്ടിടം തൊട്ട് എനിക്ക് അവളോട് ഒരു പ്രത്യേക അടുപ്പം തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവളെ വിളിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. നിങ്ങളെല്ലാവരും മറന്നല്ലോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സംഗീത പറയുന്നുണ്ട്, ഞാൻ മറന്നതല്ല അമ്മയെന്ന് സംഗീത പറയുന്നുണ്ട്. എന്തായാലും ഫോൺ വെച്ചതിന് ശേഷം നല്ല വിഷമത്തിലാണ്. ആൽഫ്രഡ് വന്ന് അജയുടെ ഭാര്യയായിട്ട് അഭിനയിക്കാവോ എന്ന് ചോദിച്ച കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ ഭൂമിയാണെങ്കിൽ ലക്ഷ്മി എടുത്ത് പറയുന്നുണ്ട്, അമ്മയൊന്ന് കാണാൻ പോകണം, അമ്മയ്ക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ടെന്ന്. വിഷമവും സങ്കടമൊക്കെ ആയിരിക്കും, അത് ഞാൻ കേട്ടില്ലെങ്കിൽ അത് അമ്മയ്ക്ക് വിഷമാവും. അതുകൊണ്ട് ഇന്ന് തന്നെ പോകണം ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, കടയിലെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, മോള് പോയിട്ട് വാ, മോള് പോയി അംബിക ചേച്ചി കണ്ട് സംസാരിച്ചിട്ടൊക്കെ വാ, അമ്മയെ പുറത്തിറക്കാൻ എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരുമെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പം ഭൂമി പറയുന്നുണ്ട്, അത് തന്നെ, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ ലക്ഷ്മി ചേച്ചി, കടയിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കോണം എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി നേരെ ജയിലിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് അംബികയെ കാണാൻ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു കോൺസ്റ്റബിൾ അംബികയും കൊണ്ട് വരികയാണ്. അംബികയാണെങ്കിൽ ഭൂമിയെ കാണുമ്പോൾ നല്ല വിഷമമുണ്ട്, എന്നാലും കരയുന്നൊന്നുമില്ല, നല്ല വിഷമം ഉള്ളിലൊതുക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഭൂമിയാണെങ്കിൽ അവിടെ വന്ന് നിന്നിട്ടും അംബിക ഒന്നും സംസാരിക്കുന്നില്ല. അപ്പം ഭൂമി ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഒന്നും സംസാരിക്കാത്ത, എൻ്റെ കാര്യങ്ങൾ എന്താ അമ്മ ഒന്നും ചോദിക്കാത്ത, കടയിലെ കാര്യങ്ങളൊന്നും അമ്മ ചോദിക്കുന്നില്ല, ലക്ഷ്മി ചേച്ചിയുടെ കാര്യമൊന്നും ചോദിക്കുന്നില്ല, അമ്മ എന്താ ഒന്നും പറയാത്തതെന്ന് ഭൂമി ചോദിക്കുകയാണ്. അപ്പോൾ അംബിക ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. മോൾക്ക് സുഖമാണോ എന്ന് മാത്രം ചോദിച്ച്, അതെ എനിക്ക് സുഖമാണ് മോളെ, എന്നെ പുറത്തിറക്കാൻ വേണ്ടി കേസിൻ്റെ പുറകെ നെട്ടോട്ടം ഓടുകയാണോ എന്ന് അംബിക ചോദിക്കുന്നുണ്ട്. അമ്മ നിരപരാധിയാണ്, എൻ്റെ അച്ഛനെ അമ്മ കൊന്നിട്ടില്ലെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് അമ്മയെ പുറത്തിറക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. ഈ സമയത്ത് അംബിക പറയുന്നുണ്ട്, നീ ഇനി ആ കേസിൻ്റെ പുറകെ ഓടി നിൻ്റെ സമയം കളയണ്ട, അതിനൊക്കെ വലിയൊരു കാര്യം നിനക്ക് ചെയ്തു തീർക്കാനുണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഉടനെ ഭൂമി ചോദിക്കുന്നുണ്ട്, ഇതിനൊക്കെ വലിയ എന്ത് കാര്യമേ എനിക്ക് ചെയ്തു തീർക്കാനുള്ളത്, എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ട് അമ്മ ജയിലുമായി, അമ്മയെ പുറത്തിറക്കണം, അത് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലിയ കാര്യം, എനിക്ക് മറ്റൊന്നും ഇതിനൊക്കെ വലുതല്ല എന്ന് ഭൂമി പറയുന്നുണ്ട്. ഉടനെ അംബിക പറയുന്നുണ്ട്, ഇതിനൊക്കെ വലിയൊരു കാര്യമുണ്ടെന്ന് പറയണം, അതെന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. അപ്പം അംബിക പറയുന്നുണ്ട്, നീ അച്ചുവേട്ടൻ്റെ മകളല്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഭൂമി ഒന്ന് ഞെട്ടുന്നുണ്ട്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ, നീ അച്ചുവേട്ടൻ്റെയും എൻ്റെയും മകളല്ല. ഇത് കേൾക്കുമ്പോൾ ഭൂമി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്, ഞാൻ പറഞ്ഞത് സത്യമാണ്, എൻ്റെയും അച്ചുവേട്ടൻ്റെയും മകളല്ല നീ, നിന്നെ ഞങ്ങൾ ദത്തെടുത്തതെന്ന് പറയാണ്, നിൻ്റെ അച്ഛനും അമ്മയും ആരാന്ന് എനിക്കറിയത്തില്ല എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നല്ല വിഷമത്തോടെ നിൽക്കുകയാണ് ഭൂമി. അമ്മ എന്താ വെറുതെ തമാശ പറയുകയാണോ, ഞാൻ തമാശ പറഞ്ഞതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ, ഞാൻ പറഞ്ഞത് സത്യമാണ്, നീ എൻ്റെ അച്ചുവേട്ടൻ്റെയും മകളല്ല, നിൻ്റെ അച്ഛനും അമ്മയും നീ കണ്ടുപിടിക്കണം, ഈ കേസിൻ്റെ പുറകെ നടന്ന് നീ സമയം കളയാതെ നിൻ്റെ അമ്മയും അച്ഛനെയും കണ്ടുപിടിച്ച് നീ അവരുടെ അടുത്തേക്ക് പോകണം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഭൂമി പൊട്ടിക്കരയുകയാണ്. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ മോള് തന്നെയാണ്, അമ്മ കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് ഉറക്കെ പൊട്ടിക്കരയുകയാണ്. അപ്പോൾ അംബിക പറയുന്നുണ്ട്, ഞാൻ കള്ളം പറഞ്ഞതല്ല, അതാണ് സത്യം, നീ എത്രയും പെട്ടെന്ന് നിൻ്റെ അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് അവരുടെ അടുത്തേക്ക് പോ, എൻ്റെ പുറകെ നടക്കണ്ട, എൻ്റെ കേസിൻ്റെ പുറകെ നടക്കണ്ട എന്ന് പറയുകയാണ്. അപ്പം ഭൂമിയാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്, അമ്മ വെറുതെ പറയുകയാണെന്ന് പറയാണ്. ആ സമയത്ത് കോൺസ്റ്റബിൾ വന്ന് അംബികയുടെ അടുത്ത് സമയം കഴിഞ്ഞെന്ന് പറയാണ്. അത്രയും പറഞ്ഞ് അംബിക അങ്ങ് കയറിപ്പോവുകയാണ്. ഭൂമിയാണെങ്കിൽ അമ്മയെ അമ്മയെന്നും പറഞ്ഞ് ഉറക്കെ നിലവിളിച്ച് കരയുകയാണ്. കാരണം ഭൂമിക്ക് ഇതൊന്നും വിശ്വസിക്കാനും വയ്യ. അങ്ങനെ ഭൂമി തകർന്ന് നെഞ്ചു പൊട്ടി കരയുകയാണ്. അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഉറക്കെ കരയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ
അറിയാതെ ഒറ്റയ്ക്കായ പോലെ തോന്നുന്നുണ്ട് ഭൂമിക്ക്. അങ്ങനെ സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. എന്താണ് ചുറ്റും നടക്കുന്നതെന്നൊന്നും ഒരു ബോധവും ഇല്ല. അമ്മ പറഞ്ഞത് മാത്രം മനസ്സിൽ, നീ ഞങ്ങളുടെ മകളല്ല, നിൻ്റെ അച്ഛനും അമ്മയും മറ്റാരോ ആണോ, അത് മാത്രം ഇങ്ങനെ ആലോചിച്ച് റോഡിൽ കൂടെ നടന്നു വരികയാണ്. ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ നേരെ കോഫി ഷോപ്പിലേക്ക് വരികയാണ്. അവിടെ വരുമ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മോളെ അംബിക ചേച്ചിയെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ലക്ഷ്മിയുടെ അടുത്ത് ഒന്നും മിണ്ടുന്നില്ല ഭൂമി. മോളെ എന്താ ചേച്ചി ചോദിച്ചിട്ട് മോള് കേട്ടില്ലേന്ന് ചോദിക്കുകയാണ്. ആ കേട്ടു ചേച്ചി, അമ്മയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം കണ്ടെന്ന് പറയാണ്. പിന്നെ ഒന്നും മിണ്ടാതെ ഭൂമി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ലക്ഷ്മിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം അത്രയ്ക്ക് സങ്കടപ്പെട്ട് കണ്ണ് കലങ്ങി ബോധം നഷ്ടപ്പെട്ട പോലെ നടക്കുകയാണ് ഭൂമി. അങ്ങനെ വീട്ടിൽ വരികയാണ്. രാത്രി വീട്ടിൽ വന്നിട്ട് വീട്ടിൻ്റെ പുറത്തിരുന്ന് ഒറ്റയ്ക്ക് കരയുകയാണ്. എന്നിട്ട് സങ്കടത്തോടെ പറയുന്നുണ്ട്, അച്ഛാ അമ്മ പറഞ്ഞത് ശരിയാണോ, ഞാനൊരു അനാഥയാണോ, അച്ഛൻ്റെ അമ്മയുടെയും മകളല്ലയോ, എനിക്ക് ആരും ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സങ്കടത്തോടെ കരയുന്നുണ്ട്. അമ്മ എന്നെ പറ്റിക്കാൻ പറഞ്ഞതാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ ഉറക്കെ കരയാണ് ഭൂമി. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, അച്ഛാ അമ്മ എന്നെ പറ്റിച്ചത് എനിക്കറിയാം, ഞാൻ അച്ഛൻ്റെ അമ്മയുടെ മകൾ തന്നെ എന്നും പറഞ്ഞ് കരയാണ്. അതിനുശേഷം ഭൂമി ഇരുന്ന് ആലോചിക്കുകയാണ്, എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം, എനിക്കെന്തായാലും അമ്മയെ പുറത്തിറക്കണം എന്ന് പറയാണ്. അമ്മയെ പുറത്തിറക്കാൻ ഒരുപാട് പൈസ വേണം, അതിനെന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഭൂമി ആലോചിക്കാൻ. അതിൻ്റെ കൂടെ അംബിക പറഞ്ഞ കാര്യവും മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അംബികയുടെയും അച്യുതൻ്റെയും മകളല്ല, എന്തായാലും അതിൻ്റെ സത്യം കണ്ടെത്തണമെന്ന് ഭൂമി വിചാരിക്കുകയാണ്. അതിന് അംബിക എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം. അപ്പം അതിന് ഒരുപാട് കാശാവും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൻ്റെ കൈ കാശില്ലെന്ന് ഭൂമിക്ക് അറിയാം. അപ്പോഴാണ് ഭൂമി ആൽഫ്രഡ് പറഞ്ഞ കാര്യം ആലോചിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവും അജയ് നോക്കിക്കോളും, നീ അവൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചാൽ മതി എന്നുള്ള കാര്യം അപ്പോഴാണ് ഭൂമി ആലോചിക്കുന്നത്. അങ്ങനെ ഭൂമിയുടെ മനസ്സിലുറപ്പിക്കുകയാണ്, അജയ് സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചാലും തൻ്റെ അമ്മയെ പുറത്തിറക്കാൻ പറ്റുമല്ലോ എന്ന ഒരു ലക്ഷ്യം മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അജയുടെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ തീരുമാനിക്കുകയാണ് ഭൂമി.